മൗലവി എഴുതിയ പുസ്തകം, ആ പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുകയാണ്. എന്താ പറയുന്നത്? ഇബാദത്തിന് ഗണ്ഡിതമായ ഒരു നിർവചനം ഖുർആനിലോ ഹദീസിലോ വന്നിട്ടില്ല. പ്രവാചകന്മാരെല്ലാവരും വന്നത് എന്തിനാണ്? ഇബാദത്ത് അല്ലാഹുവിന് മാത്രമെന്ന് പഠിപ്പിക്കാൻ. എന്നാൽ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ഖണ്ഡിതമായൊരു നിർവചനം ഖുർആനിലുമില്ല, ഹദീസിലുമില്ല. ഖണ്ഡിതമായൊരു നിർവചനം ഖുർആനിലുമില്ല, ഹദീസിലുമില്ല. പിന്നെ ഇവിടെ ഉള്ളത് ജമാഅത്തിന്റെ സാഹിത്യത്തിൽ. ജമാഅത്തിന്റെ സാഹിത്യത്തിനാണോ പിന്നെ ഇബാദത്തിന്റെ യഥാർത്ഥമായ നിർവചനമുള്ളത്? അത് മാത്രമല്ല, വീണ്ടും പറയുകയാണ്. എന്താ പറയുന്നത് നോക്ക്. ഇബാദത്ത് എന്ന് ഇബാദത്തിന് അള്ളാഹുവും നബിയും നിർവചനം പഠിപ്പിച്ചില്ല എന്ന് വെച്ച് ഖുർആനിലും സുന്നത്തിലും ഭാഷയിലും മറ്റും നല്ല പരിജ്ഞാനം നേടിയവർക്ക് അതിനെ നിർവഹിച്ചുകൂടാ എന്ന് കരുതേണ്ടതില്ല. കണ്ടോ? അപ്പൊ ഖുർആനിലും ഇബാദത്തിന് അള്ളാഹുവും നബിയും നിർവചനം പറഞ്ഞിട്ടില്ല എന്ന് വെച്ച് ഖുർആനിലും സുന്നത്തിലും ഭാഷയിലും മറ്റും നല്ല പരിജ്ഞാനം നേടിയവർക്ക് അതിനെ നിർവചിച്ചുകൂടാ എന്ന് കരുതേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഖുർആനിലും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും എന്താണ് ഇബാദത്ത്, ആ ഇബാദത്തിനെ സംബന്ധിച്ച വ്യക്തമായ ഒരു നിർവചനം, ആ നിർവചനം വന്നിട്ടില്ല. പിന്നെയോ അത് വലിയ പരിജ്ഞാനമുള്ള ആൾക്കാർക്ക് എന്തെടുക്കാം? ഊഹിച്ചെടുക്കാം. പരിജ്ഞാനമുള്ള ആൾക്കാർ ഊഹിച്ചെടുത്താലോ, അല്ലെങ്കിൽ അങ്ങനെ അവര് മതവിധി കണ്ടെത്തി അല്ലെങ്കിൽ ആ രൂപത്തിൽ വിശദീകരിച്ചാലോ അവ പറയും അവിടെ ചളുങ്ങണു, ഇവിടെ ചളുങ്ങണു, ഇവിടെ വലിയുന്നു. ഇൻഷാ അല്ലാഹ് വിശദീകരണം വരുമ്പോ ഇതിന്റെ അവസാനത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് മനസ്സിലാകും. എന്ത്? ചവിട്ടുമ്പോ ഇതാ ചളുങ്ങണു, വലിക്കുമ്പോ ഇതാ വലിയുന്നു, ഇടുമ്പോ ചുരുങ്ങുന്നു. അങ്ങനെ എന്ത് നിർവചനം പറഞ്ഞാലും അല്ലെങ്കിൽ എന്ത് വിശദീകരണം പറഞ്ഞാലും പരിജ്ഞാനമുള്ള ആളുകൾ വിശദീകരിച്ചാലും ആ വിശദീകരണവും ജമാഅത്തെ ഇസ്ലാമിക്ക് ഒക്കൂല. ജമാഅത്തെ ഇസ്ലാമിക്ക് അത് ഒക്കണമെങ്കിൽ മൗദൂദി പറഞ്ഞ ആശയത്തിലേക്ക് അത് എത്തണം. എത്താതെ ജമാഅത്തെ ഇസ്ലാമി ഇബാദത്ത് ഇന്ന് വരെ അംഗീകരിച്ചിട്ടില്ല. അതാണ് ഇവിടെ വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നത്. ശരി, അതാണ് നമുക്ക് ഒരു വശമായി ഇത് വിശദീകരിക്കാനുള്ളതെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം, മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ രൂപത്തിൽ എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നുണ്ട്, അത് വിശദീകരിക്കാൻ കഴിയുന്നുണ്ട്. അത് ഖുർആനിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്നാമതായി. രണ്ടാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതോടൊപ്പം തന്നെ മുൻഗാമികളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചെന്ന രൂപത്തിലാണ്. ഇനി ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അതൊരു നിർവചനമല്ല, അതുപോലെ തന്നെ അതൊരു വിശദീകരണമല്ല. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അത് അവർ വിശദീകരിക്കണം, അവര് പറയണം. അപ്പൊ ജമാഅത്തെ ഇസ്ലാമി എന്താ പറയുന്നത്? എന്താണ് ഇബാദത്ത് എന്ന ചോദ്യത്തിന് ജമാഅത്തെ ഇസ്ലാമി പറയുന്ന മറുപടി എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ, ഖുതുബാത്തിന്റെ 378-ാമത്തെ പേജ്, ആ 378-ാമത്തെ പേജിൽ പറയുന്നത് എന്താണ് ഇബാദത്ത്. ആ ഇബാദത്ത് എന്താണ് എന്ന ചോദ്യത്തിനുള്ള വിശദീകരണം. ഈ വിശദീകരണത്തിൽ നിന്ന് ദീൻ എന്നാൽ യഥാർത്ഥത്തിൽ സ്റ്റേറ്റ് ആണെന്നും ശരീഅത്ത് എന്നത് ആ സ്റ്റേറ്റിന്റെ നിയമവ്യവസ്ഥയാണെന്നതും ആ നിയമ പദ്ധതി അനുസരിച്ച് ജീവിതം നയിക്കുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നതുമെന്നുള്ള സംഗതി വ്യക്തമായി തീരുന്നു. നിങ്ങൾ ഏതെങ്കിലും ഒരാളെ വിധികർത്താവായി സമ്മതിച്ച് അവന്റെ അടിമത്തത്തെ സ്വീകരിക്കുമ്പോൾ വാസ്തവത്തിൽ നിങ്ങൾ അവന്റെ ദീനിൽ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ സമ്മതിച്ച വിധികർത്താവ് അല്ലാഹു ആണെങ്കിൽ നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിൽ പ്രവേശിച്ചു. ഇനി ഒരു രാജാവിനെയാണ് വിധികർത്താവായി സ്വീകരിച്ചതെങ്കിൽ നിങ്ങൾ ആ രാജാവിന്റെ ദീനിൽ പ്രവേശിച്ചു. ഒരു പ്രത്യേക സമുദായത്തെയാണെങ്കിൽ ആ സമുദായത്തിന്റെ ദീനിലാണ് നിങ്ങൾ പ്രവേശിച്ചത്. ഇനി സ്വന്തം സമുദായത്തിന്റെയോ സ്വദേശക്കാരുടെയോ ഭൂരിപക്ഷത്തെയാണ് വിധികർത്താവായി സ്വീകരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ഭൂരിപക്ഷത്തിന്റെ ദീനിൽ പ്രവേശിച്ചു. ചുരുക്കി പറയാം, ഇത്രയും നേരം വലിച്ചു നീട്ടി പറഞ്ഞാൽ ഇനി ചുരുക്കത്തിൽ പറയാം. ആരെ അനുസരിക്കുക എന്ന മാല നിങ്ങൾ കഴുത്തിലിടുന്നുവോ അവരുടെ ദീനിലായിരിക്കും നിങ്ങൾ യഥാർത്ഥത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ആരുടെ നിയമമനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നുവോ അവർക്കായിരിക്കും വാസ്തവത്തിൽ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്. അപ്പോ ഇബാദത്താകണമെങ്കിൽ മാല ഇടണമെന്നാണ്. ഇബാദത്താകണമെങ്കിൽ എന്തിടണം? മാല ഇടണം. എന്ത് മാല? അനുസരണമാകുന്ന മാല. ആ അനുസരണമാകുന്ന മാല ഇട്ടാൽ ഇബാദത്താവും. അതെങ്ങനെയാകാം? ഭരണകർത്താക്കളെ അനുസരിച്ചാൽ, രാജാവിനെ അനുസരിച്ചാൽ, സമുദായത്തെ അനുസരിച്ചാൽ, സമൂഹത്തെ അനുസരിച്ചാൽ, ഭൂരിപക്ഷത്തെ അനുസരിച്ചാൽ, ഇങ്ങനെ ആരെ വിധികർത്താവായി സ്വീകരിച്ച് അവരെ അനുസരിക്കുന്നു, ആ അനുസരണമാകുന്ന മാല കഴുത്തിലിടുന്നു. അപ്പോഴാണ് എന്തുണ്ടാകുന്നത്? ആരാധന ഉണ്ടാകുന്നത്, ഇബാദത്ത് ഉണ്ടാകുന്നത്. ഇതെന്ത് നിർവചനം, എന്ത് വിശദീകരണമാണിത്? ഈ വിശദീകരണം ആരാണ് നൽകിയത്?
അനുസരണം എന്ന നിർവചനം ആരാ നൽകിയത്? അനുസരണം എന്ന വിശദീകരണം ആരാ നൽകിയത്? അനുസരണം എന്ന മാല കഴുത്തിലിടുമ്പോഴാണ് ഇബാദത്ത് ഉണ്ടാകുന്നത് എന്ന് ആരാ പറഞ്ഞത്? ആരാ വിശദീകരിച്ചത്? എന്താ തെളിവ്? അള്ളാഹുവിന്റെ ദീനിൽ ഒരു കാര്യം പറയണമെങ്കിൽ വ്യക്തമായ പ്രമാണം വേണം, തൊള്ള പോരാ. 2 സൽസബിയിലോ അതല്ലെങ്കിൽ 3 പ്രബോധനം എടുത്ത് മുന്നിൽ വെച്ചാൽ ആ മുന്നിൽ വെച്ച കാര്യങ്ങൾക്കനുസരിച്ചുകൊണ്ടാണ് ദീനുള്ളത് എന്ന് തെറ്റിദ്ധരിച്ച ജമാഅത്തുകാരൻ ആ ധാരണ തിരുത്തണം. നേരെ മറിച്ച് ഇബാദത്ത് എന്താണ്, അത് ഖുർആൻ പറഞ്ഞു തരണം, ഹദീസിൽ പറഞ്ഞു തരണം. എങ്കിൽ മൗദൂദി സാഹിബ് ഈ ഖുതുബാത്തിലൂടെ അവതരിപ്പിച്ച ഇബാദത്തിനുള്ള വിശദീകരണം, ആ വിശദീകരണം ഏത് ഖുർആനിലുള്ളത്, ഏത് ഹദീസിലുള്ളത്? ഇത്തിരി പോകുന്നൊരു ഹദീസ് മാറ്റി വെക്കാം, ഇച്ചിരി മുഴു നീളത്തിലുള്ള ഹദീസുമായി ജമാഅത്തുകാരൻ വരട്ടെ. ആ ഹദീസിൽ അല്ലെങ്കിൽ പ്രവാചകന്റെ വിശദീകരണത്തിൽ എവിടെയുണ്ട്? അപ്പോൾ അനുസരണം എന്ന മാലയിടണമെന്നാ പറഞ്ഞു. അപ്പൊ ആരെ അനുസരിച്ചാലും എന്താകും? ഇബാദത്താകും. ആരെ അനുസരിച്ചാലും ഇബാദത്താകും എന്ന തത്വമാണ് അവിടെയുള്ളത്. അങ്ങനെ വരുമ്പോ ആരെ അനുസരിച്ചാലും ഇബാദത്താണ് എന്ന പ്രയോഗം, ആ പ്രയോഗം ജമാഅത്തെ ഇസ്ലാമിയ സ്വസ്ഥമാക്കും. ഞങ്ങൾക്കറിയാം ആരെ അനുസരിച്ചാലും ഇബാദത്ത് എന്ന് പറയുന്നത് ശരിയല്ല. നേരെ മറിച്ച് ഈ അനുസരണം ഇബാദത്താകുന്ന അല്ലെങ്കിൽ മാലയായിടുന്ന ആ അനുസരണം അത് ഇബാദത്താകണമെങ്കിൽ നിരുപാധികമായ അനുസരണം വേണം. വലിക്കണം. കുറച്ച് ഇവിടെ അപ്പൊ ചുരുങ്ങും. അപ്പൊ ആദ്യം ചുരുങ്ങിയിരുന്നു, പിന്നെ അങ്ങോട്ട് വലിച്ചു നീട്ടുമ്പോ ഇത് ഇങ്ങനെ വലിയാണ്. അങ്ങനെ വലിക്കാൻ വേണ്ടിയിട്ടാ പറയുന്നത്. ഇത് നിരുപാധിക അനുസരണമാണ്. ആയിക്കോട്ടെ, നമുക്ക് പരിശോധിക്കാം. നിരുപാധികമായ അനുസരണമാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞാൽ അത് പറയുന്നതിന് തെളിവ് വേണ്ടേ, പ്രമാണം വേണ്ടേ? മൗദൂദി സാഹിബ് അവതരിപ്പിച്ച ആ അനുസരണം നിരുപാധിക അനുസരണമാണോ? അല്ല. പരമമായ അനുസരണമാണോ? അല്ല. നിരുപാധികവും പരമവുമായ അനുസരണമൊന്നുമല്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ മൗദൂദി സാഹിബ് പറഞ്ഞ മറ്റൊരു വാചകം, ആ വാചകം ശരിയല്ല